ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ടിക്ക മസാല യുടെ റെസിപ്പിയാണ്. അതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. കുറച്ച് മസാലകളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്താണെന്ന് പുറകെ പറയാം. ആദ്യം തന്നെ നമ്മളുടെ ഒരു 3 മുട്ട ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് നമുക്കിതുപോലെ നമുക്കൊന്ന് പീസുകളാക്കി മുറിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതൊക്കെ പീസുകളാക്കിയിട്ട് എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിനനുസരിച്ച് വേണം നിങ്ങൾ എണ്ണ ഉപയോഗിക്കാനായിട്ട്. ഞാനിവിടെ 3 മുട്ടയ്ക്കുള്ള ഇൻഗ്രീഡിയൻസൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഞാനൊരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം നമുക്കൊന്ന് പൊട്ടിക്കാൻ വേണ്ടി നമുക്ക് ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് നന്നായിട്ട് പൊട്ടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സ്പാച്ചിൽ വെച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് സവോളയാണ് വേണ്ടത്. ഞാൻ ഒരു 2 സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സവോള ചെറുതായി അരിഞ്ഞതാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവോളയുടെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തു. അതിൻ്റെ പച്ചമുളകൊക്കെ മാറി വരുമ്പോഴേക്കും ഞാനിവിടെ 3 പച്ചമുളകും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് എല്ലാത്തിൻ്റെയും പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് പൊടി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ 2 തരത്തിലുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ എരിയുള്ള മുളക് പൊടി രണ്ടും കൂടി ഞാൻ ഓരോ ടീസ്പൂൺ വെച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ ഒരു കളറ് കിട്ടും. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ജീരകത്തിൻ്റെ പൊടി, വറുത്ത് പൊടിച്ച ജീരകത്തിൻ്റെ പൊടി, അതും ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മസാലയുടെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ വീണ്ടും ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഒരു തക്കാളി ഇതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തൊന്ന് പേസ്റ്റ് ആക്കിയതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. വീണ്ടും നമുക്ക് തക്കാളി ചേർത്ത് കഴിയുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ തൈരൊന്ന് ബീറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് തൈര് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചെറിയ തീയിലിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 2-3 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. അതിനുശേഷം വീണ്ടും തുറന്നൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളറൊക്കെ ആയിട്ടുണ്ട് മസാലയ്ക്ക്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെടുക്കുന്ന മുട്ടയുടെയൊക്കെ അനുസരിച്ച് നിങ്ങൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വീണ്ടും വേവിക്കാം. അടച്ചു വെച്ച് വേവിച്ച് 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ജെൻറ്റിലായിട്ടൊന്ന് സോഫ്റ്റായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒത്തിരി അങ്ങോട്ട് ഇളക്കരുത്. ഒന്ന് സോഫ്റ്റായിട്ട് വേണം ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ യെല്ലോ പാർട്ടൊക്കെ സെപ്പറേറ്റ് ആയി പോകും. അതുകൊണ്ട് നമ്മളൊന്ന് പതുക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഒരു പിഞ്ച് കസൂരി മേത്തി നമുക്കൊന്ന് കയ്യിൽ വെച്ച് നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കസൂരി മേത്തിയൊക്കെ ഒന്ന് ആഡ് ചെയ്യുമ്പോഴേക്കും നല്ലൊരു സ്മെല്ലായിരിക്കും കറിക്കുള്ളത്. നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് ശേഷം നമുക്ക്
ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയില കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഒരു ചെറിയൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോഴാണ് നമ്മളുടെ എഗ് ടിക്ക മസാലയ്ക്ക് ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ഫ്ലേവർ നമുക്ക് കിട്ടുക. നമുക്ക് ഒരു സ്മോക്കി ഫ്ലേവർ കൊടുക്കണം നമുക്ക്. അതുപോലെ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് ചാർക്കോളൊന്ന് കത്തിച്ചിട്ട് നമുക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അല്പം എണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് നമ്മുടെ കറിക്ക് നമുക്കൊന്നൊരു സ്മോക്കി ഫ്ലേവർ കൊടുക്കാം. അല്പം 2-3 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. 2-3 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് ഇത് മാറ്റി എടുക്കാം. അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും, നല്ലൊരു സ്മോക്കി സ്മെല്ല് വരും, കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ എഗ് ടിക്ക മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു സെർവിങ് ബോളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. വീഡിയോ മറ്റുള്ളവരിലേക്ക് എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും ഒരു വെറൈറ്റി ഫ്ലേവറാണ്. നമുക്ക് ചപ്പാത്തി, പൂരി അല്ലെങ്കിൽ പൊറോട്ട അതിൻ്റെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. ഞാൻ അല്പം പൂരി കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നല്ലൊരു ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇനി മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു.